Welcome to Semester 2 Complementary Physics for BSc Main Chemistry and Mathematics students. Semester 2, Class number 1, Complementary Physics, Unit 1, Diffusion, Paper Thermal Physics. We start today the Unit 1, Diffusion. Diffusion definition. What is diffusion? It is the movement of molecules from a higher concentration to lower concentration. That is, diffusion is the mixing of molecules of two liquids or gases in contact. Diffusion definition. It is the movement of molecules from higher concentration to lower concentration. That is, diffusion is the mixing of molecules of two liquids or gases in contact. രണ്ട് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസുകൾ അവ കോണ്ടാക്റ്റിൽ വന്നാൽ അവയുടെ മോളിക്യൂൾസ് പരസ്പരം മിക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. രണ്ട് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ് അന്യോന്യം കോണ്ടാക്റ്റിലായാൽ അവയുടെ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ജാറിൻ്റെ മുകളിൽ നമ്മൾ കോണ്ടാക്റ്റിൽ ഓക്സിജൻ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ഡെൻസിറ്റി കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്, ഓക്സിജൻ മുകളിൽ നിൽക്കണം. പക്ഷേ നമ്മൾ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ മുകളിലോട്ടും ഓക്സിജൻ മോളിക്യൂൾ താഴോട്ടും കടന്ന് അവ മിക്സ് ചെയ്യുന്നത് കാണാം. അങ്ങനെ വ്യത്യസ്ത ഡെൻസിറ്റി ഉള്ള രണ്ട് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസസ് ചേർത്ത് വെച്ചാൽ അവിടെ മോളിക്യൂൾസ് മിക്സ് ആകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇപ്പം ഡിഫ്യൂഷന് ചില നിയമങ്ങളുണ്ട്. ഡിഫ്യൂഷൻ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്യൂഷൻ ലോസ് അപ്പം ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇതിരുന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫ്യൂഷൻ ലോസ്. അപ്പം അതിനെ നമ്മൾ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്നാണ്. ലിക്വിഡ് ഡിഫ്യൂഷൻ ആദ്യം പറയും, ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. ഇപ്പോൾ ഗ്രഹാംസ് ലോ നമ്മൾ 4 പാർട്ടായിട്ട് എഴുതുന്നത്. ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. This law states that the rate of diffusion of two liquids depends on the nature of the solute. Depends on the nature of the solute. ഒരു സൊല്യൂട്ടും ലിക്വിഡും തമ്മിലുള്ള ഡിഫ്യൂഷനാണ് പറയുന്നത്. This law states that the rate of diffusion depends on the nature of solute. It is directly proportional to rate of diffusion is directly proportional to the concentration of the dissolved substance. Increases with the temperature is greater for crystalloids than colloids. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂട്ട് ഇപ്പോൾ വാട്ടർ പോലെയുള്ള ലിക്വിഡിനകത്ത് ഡിഫ്യൂസ് എന്ന കാര്യം പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് അതിൻ്റെ മോളിക്യൂൾസ് എല്ലാം വെള്ളത്തിലെ മോളിക്യൂളോട് മിക്സ് ചെയ്യും. അപ്പോൾ അത് ലിക്വിഡ് ഡിഫ്യൂഷനായിട്ട് നമുക്ക് കരുതാം. ഇത്തരം ലിക്വിഡ് ഡിഫ്യൂഷനിൽ റേറ്റ് ഡിഫ്യൂഷൻ ഒരു സെക്കൻഡിൽ എത്ര മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യും, റേറ്റ് എത്രമാത്രം വോളിയം ഡിഫ്യൂസ് ചെയ്യും, എത്ര ക്വാണ്ടിറ്റി ഡിഫ്യൂസ് ചെയ്യും, അതിൻ്റെ ഒരു ലോ ആണ് ഗ്രഹാംസ് ലോ. അത് പറഞ്ഞതാണ് ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ്റെ റേറ്റ് അതിൻ്റെ നിരക്ക് ഒരു സെക്കൻഡിൽ ഡിഫ്യൂസ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് സൊല്യൂട്ട്. ആ സൊല്യൂട്ടിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ സോൾട്ടാണ് അല്ലെങ്കിൽ ഷുഗറാണ്, ഏതാണ് വേഗത്തിൽ ലയിക്കുക എന്നുള്ളത് അതിൻ്റെ നേച്ചറാണ്. രണ്ടാമത്തത് ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഡിസോൾവ് സബ്സ്റ്റൻസ്. അപ്പോൾ എത്രമാത്രം ആ വസ്തു അതിനകത്ത് ലയിച്ചിട്ടുണ്ട് ആ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസിൻ്റെ അളവിനെയും ഈ ഡിഫ്യൂഷൻ ആശ്രയിക്കും. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യും, പ്രപ്പോർഷണലാണ്. ഇനി ഇറ്റ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ കൂടിയാൽ ഡിഫ്യൂഷന് വേഗത കൂടും. നമുക്കറിയാം ചൂടാക്കിയാൽ ലിക്വിഡിനകത്ത് സോൾട്ട് അല്ലെങ്കിൽ ആ ഷുഗർ പെട്ടെന്ന് ലയിക്കും. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻസ് ഗ്രേറ്റർ ഫോർ ക്രിസ്റ്റലോയിഡ്സ് ദാൻ കൊളോയിഡ്സ്. ക്രിസ്റ്റലോയിഡ്സിന് ഡിഫ്യൂഷൻ കൂടുതലാണ്. ഇപ്പോൾ ക്രിസ്റ്റലോയിഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് സോൾട്ട് സൊല്യൂഷൻ, അവയൊക്കെ പറയുന്ന പേര് ക്രിസ്റ്റലോയിഡ്സ്. കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗം ജെലാറ്റിൻ പോലെയുള്ള പേസ്റ്റ്, ഗം ജെലാറ്റിൻ പോലെയുള്ള വസ്തുക്കളെ കൊളോയിഡ് എന്ന് പറയും. അപ്പം ഡിഫ്യൂഷൻ കൂടുതൽ വരുന്നത് ആസിഡ് ബേസ് സോൾട്ട് പോലെയുള്ള ക്രിസ്റ്റലോയിഡ്സിലാണ്. അവയിലാണ് കൂടുതൽ. എന്നാൽ ജെലാറ്റിൻ പോലെയുള്ള വസ്തുക്കളിനകത്ത് ഈ ഡിഫ്യൂഷൻ കുറവാണ്. ഈ 4 പോയിന്റുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ.
ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. ഇനി നമ്മൾ പറയുന്നത് ഗ്രഹാംസ് ലോ ഓഫ് ഗേഷ്യസ് ഡിഫ്യൂഷനാണ്. രണ്ടാമത്തെ ഗ്രഹാംസ് ലോ ആണ്. ഗ്രഹാംസ് law of gaseous diffusion. This law states that the rate of diffusion of a gas is inversely proportional to the square of its density. This law states that rate of diffusion of a gas is inversely proportional to the square of its density. ഒരു ലിക്വിഡിൻ്റെ ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. This law states that the rate of diffusion of a gas is inversely proportional to the square root. You carefully note square root of its density. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അതിൻ്റെ ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഇനി പറയുന്ന പോലെ കാണിക്കാം. ഇതാണ് ഗ്രഹാംസ് law of gaseous diffusionന്റെ mathematical representation. R proportional 1 by rho, equation number 1, where R is the rate of diffusion, rho density of gas. R is the rate of diffusion and rho density of gas. If there are two gases of densities rho 1 and rho 2, we can write R1 proportional to 1 by root rho 1, R2 proportional 1 by root rho 2. അപ്പോൾ രണ്ട് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അവയുടെ ഡെൻസിറ്റികൾ യഥാക്രമം റോ 1 റോ 2 ആണെങ്കിൽ ഗ്രഹാംസ് ലോ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. R1 proportional to rate of diffusion of first gas, R1 proportional to 1 by root rho 1, R2 proportional to 1 by root rho 2 എന്ന് കൊടുക്കാം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യണം. ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യും. On division we get R1 by R2 is root of rho 2 by rho 1, equation number 2. ഇനി എന്താണ് ഈ റോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് വോളിയം ബൈ ടൈം. ഈ വോളിയം ആണ് പിന്നെ ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി. അവിടെ എഗെയിൻ റോ എന്നല്ല, എഗെയിൻ ആറെന്ന് കേട്ടോ, 6. ആ റോ എന്നുള്ളത് 6 തിരുത്തണേ, 6 ഡെൻസിറ്റി അല്ല, റോ അല്ല, 6 ആണ്. എഗെയിൻ R, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ 6 എന്ന് തിരുത്തുക. R is equal V by T, where V is the volume of the gas diffused in T second. That is R1 is V by T1, R2 is V by T2. വോളിയം സ്ഥിരമാക്കി നിർത്തുകയാണ്. രണ്ട് വ്യത്യസ്ത ഗ്യാസ്, അവയുടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ടൈമിന് പ്രപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ്ലി. Put in the above equation, therefore above equation becomes V by T1 by V by T2 is root of rho 2 by rho 1. That is T2 by T1. Other step T2 by T1 ആണ് കേട്ടോ, T2 by T2 അല്ല, T2 by T1. T2 by T1 is equal root of rho 2 by rho 1. That is T2 by T1. You correct it. T2 by T1 is root of rho 2 by rho 1. Equation number 3. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത്രയും ഭാഗം പറഞ്ഞതിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, സ്റ്റേറ്റ് ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. ആദ്യം പറഞ്ഞ 4 പോയിന്റുകൾ. രണ്ടാമത്തത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഗ്രഹാംസ് ലോ ഓഫ് ഗേഷ്യസ് ഡിഫ്യൂഷൻ. രണ്ടാമത് പറഞ്ഞത് അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതണം. മൂന്നാമത്തെ ഒബ്റ്റെയിൻ റിലേഷൻ കണക്റ്റിംഗ് ഡെൻസിറ്റീസ് ആൻഡ് ഡിഫ്യൂഷൻ ടൈംസ് ഓഫ് 2 ഗ്യാസസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷനാണ് ഇത്. T2 by T1. T2 by T1 is root of rho 2 by rho 1. അതിൻ്റെ പ്രൂഫും കാണിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി ഡിഫ്യൂഷൻ്റെ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.